ഇപ്രാവശ്യം മാരുതി ഇന്ത്യയിൽ വന്നിരിക്കുന്നത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ്. അതായത് ജാപ്പനീസ് എൻക്യാപ് റേറ്റിംഗിൽ 4 സ്റ്റാർ നേടിക്കൊണ്ടാണ് ഇവർ ഇന്ത്യയിലോട്ട് വരുന്നത്. പൈസയ്ക്ക് വാല്യൂ ഉള്ള കസ്റ്റമറിനെ നോക്കുകയാണെങ്കിൽ മാരുതി വാങ്ങിയാൽ ഇക്കാലത്ത് രക്ഷയുള്ളൂ. ഇതുവരെ ഉണ്ടായിരുന്ന ആ 4 സിലിണ്ടർ എഞ്ചിൻ നിന്ന് ഇപ്പോൾ ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയൊരു ചേഞ്ച് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഡാഷ് കംപ്ലീറ്റ്ലി അവർ മാറ്റിയിട്ടുണ്ട്. എന്നെ പോലത്തെ ആൾക്ക് കുറച്ചൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ താഴത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. പിന്നെ പുതിയൊരു ഫീച്ചറായിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബാക്കിലുള്ള AC വെൻസ് ആണ്. ഹലോ, ഞാൻ ആർക്കിടെക്ട് ഭവിത്. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളോളം ഇന്ത്യൻ മാർക്കറ്റിനെ മനസ്സിലാക്കിയ വേറൊരു ബ്രാൻഡില്ല. ഞാനിപ്പം നിൽക്കുന്നത് 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ മുന്നിലാണ്. സ്വിഫ്റ്റ് 2005 ഇറങ്ങി. അതിനുശേഷം ഏകദേശം 30 ലക്ഷത്തോളം സ്വിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ട് അവർ വിറ്റഴിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഈ ഒരു സ്വിഫ്റ്റിന് അവരുടെ ഐക്കോണിക് ഷേപ്പിന് മാറ്റമൊന്നുമില്ല, പക്ഷേ ഡിസൈനിൽ കുറേ മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തുടങ്ങുന്നത് ഈ ഫ്രണ്ട് ഗ്രില്ലിൽ നിന്ന് തന്നെയാണ്. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ലോഗോ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ പുതിയ ടൈപ്പ് ഓഫ് ലൈറ്റാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇത് LED ഹെഡ് ലാമ്പാണ്, LED DRLുമാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബോഡി ലൈനാണ്. ഈ ഒരു റാപ്പപ്പ് ബോഡി ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പിന്ന് വരെ പോവും. ഓക്കെ, ഇത് നമ്മൾ എവിടെയോ കണ്ടു മറന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ എനിക്കിതിൽ മെയിൻലി ചേഞ്ചസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പണ്ടത്തെ സ്വിഫ്റ്റിൻ്റെ ഇവിടെയായിരുന്നു ഹാൻഡിൽ ഉണ്ടായിരുന്നത്. അത് അവർ താഴത്തോടെ തന്നെ വെച്ചു. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്ലാസ് പീസും കൂടെ കിട്ടി. അത് ഉള്ളിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. ഈ എൻറ്റയർ ഡിസൈനിൽ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഡിസൈനിൽ കുറച്ചെങ്കിലും എനിക്ക് കുറവായിട്ട് തോന്നുന്നു ഈ ഒരു ബാക്ക് പോർഷനാണ്. പക്ഷേ അതും ഉണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഫ്രണ്ടിൽ കൊടുത്ത ആ DRLിൻ്റെ അതേ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള പ്രൊഫൈൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം LED ആണ്, പക്ഷേ ഈ റിവേഴ്സ് ലൈറ്റ് മാത്രം ഹാലോജൻ ആണ്. ഇതുവരെ കാണാത്തൊരു ഡീറ്റെയിൽ ആണ് ഈ ഒരു വാഷർ. ഓക്കെ, ഈ ബാക്കിലുള്ള വൈപ്പറിന് വേണ്ട സോപ്പ് വാട്ടർ ഇതിലെയാണ് അവർ പമ്പ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ നല്ലൊരു ഡീറ്റെയിൽ ആണെന്ന് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇതൊരു ZXi മോഡലാണ് ഈ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഇതിലുള്ളത് 15 ഇഞ്ച് ടയറാണ്. ഇനി ഇതിൻ്റെ ലോവർ വേരിയൻറ്റിലോട്ട് പോകുമ്പോൾ അത് 14 ഇഞ്ചായിട്ട് മാറും. ഈ ZXi മുതലാണ് ഇവരുടെ അലോയ് വീലും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന SUVസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ 190 mm ആണ്. പക്ഷേ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അവർ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 163 mm ആണ്. അതായത് 1.7 സെൻറ്റിമീറ്റർ മാത്രമേ ഡിഫറൻസ്. എൻ്റെ കൈ ഈ ഒരു ഹാൻഡിലിൻ്റെ തിക്നെസ് പോലും ഗ്രൗണ്ട് ക്ലിയറൻസിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വളരെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസുമായിട്ടാണ് സ്വിഫ്റ്റ് ഇപ്രാവശ്യം 4th ജനറേഷനിൽ കൂടെ വന്നിരിക്കുന്നത്. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയൊരു ചേഞ്ച് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഡാഷ് കംപ്ലീറ്റ്ലി അവർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ഡിസ്പ്ലേയുടെ പൊസിഷൻ കുറച്ചും കൂടി ഡ്രൈവർ ഓറിയൻറ്റഡ് ആണ്. ഇതൊരു 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. വലിയ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ അതൊരു 10 ഇഞ്ച് ഡിസ്പ്ലേ ആകും. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നെ പോലത്തെ ആൾക്ക് കുറച്ചൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ താഴത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽസൊക്കെ പഴയതായിട്ട് തന്നെ ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡിസൈൻ ബലേനോയിൽ കാണാൻ പറ്റുന്ന അവരിതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഈസി ആയിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ. ഇതും ഒരു റീഡിസൈൻ പാർട്ടാണ്. ഇതിൻ്റെ നീഡിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ പ്രീമിയംനെസ് കൊണ്ടുവരുന്നതിന് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ പറ്റിയൊരു ഫീച്ചർ എന്ന് വെച്ചാൽ വയർലെസ് ചാർജിങ് സ്പേസ് ആണ്. അത് ഭയങ്കര ക്ലീൻ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പഴയൊരു വിൻഡോ കൺട്രോൾ സാധനം തന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ZXi അല്ലെങ്കിൽ VXi ഓപ്ഷൻ മുതൽ അവർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡാർക്കാണ് ഇൻറ്റീരിയേഴ്സായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു സ്പേസ് കൺജഷൻ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഈ സാധനങ്ങളെ കുറച്ചും കൂടെ ബ്ലെൻഡിനാണ്, അതായത് കുറച്ചും കൂടെ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. ഈ ഒരു സിൽവർ ലൈൻ നമുക്കിവിടെ കാണാൻ കഴിയും. അത് ഭയങ്കര നല്ലൊരു പ്രീമിയംനെസ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 4th ജനറേഷൻ സ്വിഫ്റ്റ് എടുക്കുന്ന ആൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണിത്. സൗണ്ട് സിസ്റ്റം ആർക്കമിസ് ആയിരിക്കും ഏറ്റവും ടോപ്പ് എൻഡിൽ. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് റിവ്യൂസ് പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അവർ ഈ ഒരു സ്വിഫ്റ്റിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സ്വിഫ്റ്റ് അതുപോലെ തന്നെയാണ്. നമുക്കൊരു ലോങ് ഡ്രൈവ്സിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മളെ കംഫർട്ടബിളി ഈ ഒരു സീറ്റ്സ് നമ്മളെ കൊണ്ടുപോകും. പിന്നോട്ട് വരുമ്പോൾ ഒരു ഇന്ത്യൻ ഫാമിലിക്ക് വേണ്ട എല്ലാ കംഫർട്ടും അവർ കൊടുത്തിരിക്കുന്നുണ്ട്. ഞാനൊരു 5'4" വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര അനായാസമായിട്ട് ഇരിക്കാൻ പറ്റും. 6 ഫൂട്ട് ആണെങ്കിലും
കുഴപ്പമില്ലാതെ അയാൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇതൊരു 3 സീറ്റർ സീറ്റാണ്. ഓക്കെ, 3 പേർക്കും നമ്മളുടെ സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് അവർ. പിന്നെ പുതിയൊരു ഫീച്ചറായിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബാക്കിലുള്ള AC വെൻസ് ആണ്. അത് നല്ലൊരു ആഡഡ് ഫീച്ചറാണ്. AC വെൻസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 2 ചാർജിങ് ബോർഡ്സ് ഉണ്ട്. ടൈപ്പ് എയും സിയും ആണത്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ ആക്ച്വലി ഇടാം. ഓക്കെ, അത് ആക്ച്വലി മൊബൈൽ ഇവിടെ ഇടാം. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ചെറിയ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോഴും ആ ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതൊക്കെ നല്ലൊരു ഡിസൈൻ എലമെൻ്റായിട്ട് എനിക്ക് തോന്നി. ആ ഡാഷ് ബോർഡിലുള്ളത് പോലെ തന്നെ ഒരു സിൽവർ ലൈൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇത് മേജർലി ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൺസോളിലുള്ള ഈ ബട്ടൺസ് എല്ലാം പഴയ സ്വിഫ്റ്റിലുള്ള അല്ലെങ്കിൽ മാരുതിയിലുള്ള സാധനം തന്നെയാണ്, അതിൽ മാറ്റമില്ല. ഇവിടെ കുറച്ചൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാൻ കഴിയും. നമുക്കിവിടെ ഒരു ബോട്ടിലും ഒരു ബുക്സും ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ വിൻഡോ കൺട്രോൾ ഇവിടെയുണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ ഒരു ചെറിയ ബോട്ടിലും വയ്ക്കാം. വലിയ ബോട്ടിൽസ് കയറില്ലെന്ന് തോന്നുന്നു, ചെറിയ ബോട്ടിൽ വയ്ക്കാം. ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പം ZXi മോഡലിന് റിയർ വ്യൂ ക്യാമറ ഇല്ല, പക്ഷേ 4 സെൻസേഴ്സ് ഉണ്ട്. ഇനി ZXi Flex ആകുമ്പോൾ ഇവർക്ക് റിയർ വ്യൂ ക്യാമറ ഇവിടെ ആയിട്ട് വരും. വൈഡ് ആംഗിൾ റിയർ വ്യൂ ക്യാമറയാണത്. ഇനി ബൂട്ട് സ്പേസിലോട്ട് പോകുമ്പോൾ 265 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു 3 നോർമൽ ബാഗ്സ് ഈസി ആയിട്ട് വയ്ക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റും ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. അവിടെ ലൈറ്റ് ഉണ്ട്. ഈ ബാക്കിലെ സീറ്റ് എന്ന് വെച്ചാൽ 60/40 ഫോൾഡബിൾ ഫീച്ചർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും കൂടുതൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി അകത്തോട്ട്. പഴയ ജനറേഷൻ അപേക്ഷിച്ച് പുതിയ ജനറേഷൻ വരുമ്പോൾ ഈ ഒരു ബോണറ്റിൻ്റെ സൈസ് അവർ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള എൻജിനെ പറ്റിയാണ്. എൻജിനെ പറ്റി പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ 4 സിലിണ്ടർ എൻജിനിൽ നിന്ന് ഇപ്പോൾ ഇതൊരു 3 സിലിണ്ടർ എൻജിനാണ്. 88 PS ഉണ്ടായിരുന്ന ആ ഒരു പവർ ഇപ്പം 81 ഹോഴ്സ് പവറിലാണ് വരുന്നത്. പക്ഷേ അതൊരിക്കലും നിങ്ങളെ ഡ്രൈവിനെ ബാധിക്കില്ല എന്നാണ് റിവ്യൂസ് പറയുന്നത്. പക്ഷേ നമ്മളുടെ എൻജിൻ്റെ സൈസ് കുറവായിട്ടുണ്ട്. 24.8 ആണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ മൈലേജ്, 25.75 ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ മൈലേജ്. ഈ ഒരു 1.6 ലിറ്റർ MT ആയിട്ടും AMT ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന മൈലേജ് പേപ്പറിലാണ്. ആക്ച്വലി എത്രയാണ് മൈലേജ് കിട്ടുക നിങ്ങൾ അറിഞ്ഞാൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് വാങ്ങുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്രാവശ്യം മാരുതി ഇന്ത്യയിൽ വന്നിരിക്കുന്നത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ്. അതായത് ജാപ്പനീസ് NCAP റേറ്റിംഗിൽ 4 സ്റ്റാർ നേടിക്കൊണ്ടാണ് ഇവർ ഇന്ത്യയിലോട്ട് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഗ്ലോബൽ NCAPിങ്ങിൽ 1 സ്റ്റാറുമായിട്ടാണ് അവർ വന്നിരുന്നത്. ഇപ്പം ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് മാരുതി സേഫ്റ്റിയുടെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6 എയർ ബാഗ്സ് ഉണ്ട് ഇതിന്. നമ്മളുടെ ABS ബ്രേക്കിംഗ് വിത്ത് EBD, പിന്നെ ESP തുടങ്ങിയ ഫീച്ചറുകളുമായിട്ടാണ് ഇവർ ഇന്ത്യയിലോട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നമ്മുടെ ഭാരത് NCAP വരുമ്പോൾ അവർ വലിയൊരു ചേഞ്ച് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 6 എയർ ബാഗ്സ് എന്ന് പറഞ്ഞ സാധനം അവരുടെ ലോവർ വാരിയൻറ്റ് മുതൽ ടോപ്പ് വാരിയൻറ്റ് വരെ എല്ലാത്തിലും ഉണ്ട്. അവരതിൽ യാതൊരു കോംപ്രമൈസ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഈ ഒരു 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 7,80,000 മുതൽ 11,30,000 വരെയാണ്. ഇത് ഓൺ റോഡ് പ്രൈസാണ്. വിത്ത് ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ഉള്ള വാറണ്ടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളത്. അത് വേറൊരു ബ്രാൻഡും ഇന്ത്യയിൽ കൊടുക്കുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഓക്കെ, പിന്നെ ഇത് ഇന്ത്യൻ മാർക്കറ്റാണ്. ഓക്കെ, നമ്മൾ വേറെ പല ബ്രാൻഡുകൾ പോയി നോക്കാം, വാങ്ങാം. ഓക്കെ, നിങ്ങൾക്കത് ഉപയോഗിക്കാം. പക്ഷേ പൈസയ്ക്ക് വാല്യൂ ഉള്ള കസ്റ്റമറിനെ നോക്കുകയാണെങ്കിൽ മാരുതി വാങ്ങിയാലേ ഇക്കാലത്ത് രക്ഷയുള്ളൂ. കാര്യം ഇതിന് അത്രയും അടിപൊളി റീസെയിൽ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ വൈസ്ലി ചൂസ് ചെയ്യുക. ഓക്കെ, ഞാനൊക്കെ അങ്ങനെ ഒരു കഷ്ടപ്പാട് കൂടെ കടന്നുപോയ ഒരാളാണ്. അതുകൊണ്ട് ഇനി ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മാരുതി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാപ്പി കസ്റ്റമറായിട്ട് ഇത് ഉപയോഗിക്കാം. വെക്കുമ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.